Indian bricks 387, or else you will be marked absent. ഏറ്റവും നല്ല ഡോഗ്സിനെയും ഡോഗ് ബ്രീഡുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഡോഗ് ഷോകളിൽ പോകുമ്പോഴാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡോഗ് ഷോ ആയ മദ്രാസ് കനൈൻ ക്ലബിൻ്റെ ഡോഗ് ഷോയിൽ ഇപ്രാവശ്യം ഏകദേശം 50ഓളം ഡോഗ് ബ്രീഡുകളും 400-ലധികം ഡോഗ്സുമാണ് വരാൻ പോകുന്നത്. ഞാൻ കുറേ നാളായി ഒരു ഡോഗ് ഷോയ്ക്ക് പോയിട്ട്, അപ്പോൾ ഈ ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡോഗ് ഷോ ആയ ഈ മദ്രാസ് കനൈൻ ക്ലബിൻ്റെ ഡോഗ് ഷോയിൽ ഇപ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്. കാരണം ഒരുപാട് നാളായിട്ട് കുറേ നല്ല ഡോഗ് ബ്രീഡുകളൊക്കെ കാണാത്തതുകൊണ്ട് വല്ലാത്തൊരു മിസ്സിങ് ഫീലിംഗ് ആണ്. അപ്പോൾ ഇതേപോലുള്ള ഡോഗ് ഷോകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന ഒരുപാട് ഡോഗ് ബ്രീഡുകളെയും ഡോഗ്സിനെയും ഒരുപാട് ബ്രീഡേഴ്സിനെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മദ്രാസ് കനൈൻ ക്ലബിൻ്റെ ഡോഗ് ഷോയുടെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ പെറ്റ് ലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഗംഭീര ഡോഗ് ഷോ കാണാനായിട്ട് നമ്മുടെ ചെന്നൈയിലെത്തി. ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് 2 ദിവസങ്ങളായിട്ട് ഈ ഒരു ഗംഭീര ഡോഗ് ഷോ നടക്കാനായിട്ട് പോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഡോഗ് ബ്രീഡുകളെ നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെന്നൈയിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ബുൾ മാസ്റ്റിഫും ഇയറൊക്കെ ക്രോപ്പ് ചെയ്ത നല്ല ബ്രിൻഡിൽ കളറുള്ള ഒരു ഗ്രേറ്റ് ഡെയിനും ഒക്കെ കണ്ടുകൊണ്ടാണ് ഗ്രൗണ്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ഏകദേശം കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസമായി ഇന്ന് ഒബീഡിയൻ ഷോയും അതോടൊപ്പം ഗ്രേറ്റ് ഡെയിൻ സ്പെഷ്യാലിറ്റി, ഡോബർമാൻ സ്പെഷ്യാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഇന്ത്യക്കാരുടെ അഭിമാനമായ ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളുടെ സ്പെഷ്യാലിറ്റിയും ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോ ഒക്കെയാണ് ഇന്ന് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഡോഗ്സും ബ്രീഡേഴ്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിനായിട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മൈക്രോ ചിപ്പിൻ്റെയും ഡോഗ് വെരിഫിക്കേഷനും വെറ്റിനറി ചെക്കും ഒക്കെ ആയിട്ടുള്ള ബെഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് എല്ലാ ഡോഗ്സും എത്തിയിട്ടുണ്ട്. ഏകദേശം 8:30 ആയപ്പോൾ തന്നെ നമ്മുടെ ഒബീഡിയൻ ഷോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഗ്രേറ്റ് ഡെയിൻ സ്പെഷ്യാലിറ്റിയും അതുപോലെ തന്നെ ഡോബർമാനും നമ്മുടെ ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളുടെ സ്പെഷ്യാലിറ്റിയും ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോ എല്ലാം പല റിങ്ങുകളിലായിട്ട് നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രിപ്പറേഷനിലാണ് ഓരോരുത്തർ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പല ഭാഗത്തു നിന്നൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡോഗ്സും അവരും ഒക്കെ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടാവും, ഫുഡ് കഴിക്കാത്തവരുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഡോഗ് ഷോയുടെ ഈ ഗ്രൗണ്ടുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അവരവരുടെ ഡോഗ്സിനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും എത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഓരോരുത്തരും ഡോഗ്സിനെ കൊണ്ടുവരുന്നതെന്നും പ്രസൻറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മളിവിടെ കണ്ടാൽ ചിലപ്പം ചില ബ്രീഡുകളെയൊക്കെ കണ്ടാൽ നമ്മൾ നോർമലി കാണുന്നതിനെക്കാട്ടിലും ഞെട്ടിപ്പോവും. അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള കിഡിലൻ ഡോഗ്സുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതും റെയറായിട്ടൊക്കെയുള്ള ഡോഗുകളെ നമുക്ക് ഈ ഒരു ഷോ ഗ്രൗണ്ടിൽ പല ഭാഗങ്ങളിലായിട്ട് കാണാനായിട്ടും പറ്റും. ഇന്നത്തെ 3 സ്പെഷ്യാലിറ്റി ഷോകളിൽ ആദ്യത്തെ സ്പെഷ്യാലിറ്റി ഷോ ഗ്രേറ്റ് ഡെയിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിനകത്ത് ബെസ്റ്റ് ഇൻ ഷോ കിട്ടിയ, അതായത് ഫസ്റ്റ് വന്ന ഡോഗാണിത്. കോയമ്പത്തൂരിൽ നിന്നുള്ളൊരു ഡോഗാണ്. അപ്പോൾ ഗ്രേറ്റ് ഡെയിൻ സ്പെഷ്യാലിറ്റി ഷോയിലെ നമ്പർ 1 ആയതേ ഡോഗാണ് ഈ പോകുന്നത്. അങ്ങനെ ഇനി 2 സ്പെഷ്യാലിറ്റി ഷോകളാണ് നടക്കാനുള്ളത്, ഡോബർമാൻ്റെയും നമ്മുടെ ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളുടെയും. എല്ലാ ഡോഗ് ഷോകളിലും കൂടുതലായിട്ട് വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ ഗ്രേറ്റ് ഡെയിൻ. അതും പല കളറിലും പല സൈസിലും ഒക്കെ ആയിട്ട് നമുക്ക് അവരെ കാണാനായിട്ട് മിക്ക ഡോഗ് ഷോകളിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ഡോഗ് ബ്രീഡുകളാണ് ജർമ്മൻ ഷെപ്പേർഡ്, ലോങ് ഹെയറിൻ്റെയും അതുപോലെ തന്നെ ഷോർട്ട് ഹെയറിൻ്റെയൊക്കെ ഒരുപാട് ഡോഗ്സിനെ നമുക്ക് ഷോകളിൽ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ എല്ലാം ഒരുപാട് ഫാൻസുള്ള നമ്മുടെ റോഡ് വൈലേഴ്സ്, ഡോബർമാൻ, ലാബ്രഡോർ, ഗോൾഡൻ റിട്രീവർ, ഡാഷ് ഉണ്ട്, സൈബീരിയൻ ഹസ്കി, അങ്ങനെ ഈ കുറച്ച് ഡോഗ് ബ്രീഡുകളുടെയൊക്കെ ഒരുപാട് ഡോഗ്സിനെ നമുക്ക് ഡോഗ് ഷോകൾ വന്നാൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതേപോലുള്ള ഒരുപാട് വെറൈറ്റി ഡോഗ് ബ്രീഡുകളെ നമുക്ക് ഈ ഷോകളിലൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ചെന്നൈയിൽ നടന്ന ഡോഗ് ഷോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഉപകാരപ്പെട്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചെന്നൈയിലുള്ള ഡോഗിൻ്റെ ഹാൻഡ്ലേഴ്സ്. അതായത് ഡോഗ് ഷോ ഹാൻഡ്ലേഴ്സ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതലൊക്കെ പ്രോബ്ലം അനുഭവപ്പെടുന്നൊരു കാര്യമാണ് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ ഷോയിലൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഹെൽപ്ഫുള്ളായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. അത് നല്ല കിടിലൻ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ കറിയും റൈസും പൊളിയായിരുന്നു. രാവിലെ മുതൽ വെയിലൊക്കെ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ ക്ഷീണം ആ ഒരു കിടിലൻ ഫുഡ് കഴിച്ചപ്പോൾ മാറി. ഇനി നമ്മുടെ ഈ ഒരു ഡോഗ് ഷോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഒരു സ്പെഷ്യാലിറ്റി ഷോ, നമ്മുടെ ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളുടെ സ്പെഷ്യാലിറ്റി ഷോ. ഞാൻ ആക്ച്വലി ഈ ഒരു ഡോഗ് ഷോയ്ക്ക് വരാൻ തന്നെ കാരണം, അതായത് നമ്മുടെ മദ്രാസ് കനൈൻ ക്ലബിൻ്റെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡോഗ് ഷോ ആയ ഈ ഒരു ക്ലബിൻ്റെ ഈ ഡോഗ് ഷോയിലേക്ക് വരാൻ തന്നെ കാര്യം നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളുടെ ഒരു നാഷണൽ സ്പെഷ്യാലിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം പല ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളിലായിട്ട് നമുക്ക് ഒരുപാട് ഡോഗ്സിനെ ഇവിടെ കാണാനായിട്ട് പറ്റും.
ഇങ്ങനെയൊക്കെയുള്ള നാഷണൽ സ്പെഷ്യാലിറ്റി ഷോകൾ നടക്കുമ്പോൾ മാത്രമാണ് ഇത്രയധികം ഡോഗ്സുകൾ, ഇന്ത്യൻ ഡോഗ് ബ്രീഡുകൾ മിക്കവാറും വരാറുള്ളത്. നമ്മുടെ എല്ലാ ഡോഗ് ഷോകളിലും ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളുടെ ഷോ നടക്കാറുണ്ട്. പക്ഷേ സ്പെഷ്യാലിറ്റി ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെയുള്ള ഷോകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ഡോഗ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളാണെന്നുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത 7 ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളുടെ സ്പെഷ്യാലിറ്റി ഷോ ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കുറേ ഡോഗ് ബ്രീഡുകളെയൊക്കെ അറിയാമെങ്കിലും ഇതിനകത്ത് കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത കാരവൻ ഹൗണ്ട്, ചിപ്പിപ്പാരൈ, കോംബൈ, കന്നി, മുദോൾ ഹൗണ്ട്, പഷ്മി, രാജപാളയം എന്നീ 7 ഡോഗ് ബ്രീഡുകളുടെ ഒരുപാട് ഡോഗ്സാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ തമിഴ്നാട്ടിലെ രാജാക്കന്മാർ കുതിരകളോടൊപ്പം യുദ്ധങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ റോയൽ രാജപാളയം. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നുള്ള ചിപ്പിപ്പാരൈ, പിന്നെ കർണാടകയുടെ അഭിമാനമായ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലൊക്കെയുള്ള നമ്മുടെ മുദോൾ ഹൗണ്ട്, അതുപോലെ തന്നെ ശൗര്യത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴത്തെ എക്കോ എന്ന മൂവിയിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ കോംബൈ നായ്ക്കൾ, അങ്ങനെ 7ഓളം ഡോഗ് ബ്രീഡുകളിലായിട്ട് ഏകദേശം 50ഓളം ഇന്ത്യൻ ബ്രീഡ് ഡോഗുകളാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ഷോയിൽ നമ്മുടെ 150ാമത് മദ്രാസ് കനൈൻ ക്ലബിൻ്റെ ഈ ഒരു ഡോഗ് ഷോയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത്. ഈ 7 ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളിൽ ഏറ്റവും ഒന്നാമത് എത്തുന്ന ഡോഗ് ഏതാണെന്നുള്ള മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എല്ലാ ഡോഗ് ബ്രീഡുകളിൽ നിന്നും ഒന്നാമതെത്തിയ ഡോഗ്സിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നാമത് ആര് എന്നുള്ള ജഡ്ജ്മെൻ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് എല്ലാ ഡോഗ്സിനെയും ഓരോ രീതിയിൽ അവിടെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മദ്രാസ് കനൈൻ ക്ലബിൻ്റെ ഈ വർഷത്തെ ഇന്ത്യൻ ബ്രീഡുകളുടെ നാഷണൽ സ്പെഷ്യാലിറ്റി ഷോയിൽ ഒന്നാമതായി എത്തിയത് നമുക്കെല്ലാവർക്കും പരിചിതമായ നമ്മുടെ തമിഴ്നാടിൻ്റെ അഭിമാനമായ രാജപാളയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡോഗ് ബ്രീഡിനെയാണ് നമ്മുടെ ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളിൽ ഇഷ്ടമെന്നുള്ളത്, ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളതും നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നൊക്കെയുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളിൽ എൻ്റെ ഫേവറേറ്റ് ശൗര്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കോംബൈ നായ്ക്കളാണ്. ഇനി എൻ്റെ അടുത്ത ഫേവറേറ്റ് ഡോഗ് ബ്രീഡ് നമ്മുടെ സ്വന്തം ലാബ്രഡോർ. ഈ ഒരു ഡോഗ് ബ്രീഡ് എൻ്റെ ഫേവറേറ്റ് എന്നൊന്നും മാത്രം പറഞ്ഞാൽ പോരാ, ഓൾ ടൈം ഫേവറേറ്റ്. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ടെഡിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡുകളിലൊന്ന്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡ് ലാബ്രഡോർ റിട്രീവർ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും എന്നും. മുൻപ് നടന്ന പല മത്സരങ്ങളിലും പല ഷോകളിലും ഒക്കെ പോയി ജയിച്ച് ഒന്നാമതായി എത്തിയ നമ്മുടെ ചാമ്പ്യൻ ഡോഗ്സിൻ്റെ ഒരു റിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതാണ് ബെസ്റ്റ് ഡോഗ് എന്നുള്ളതാണ് മത്സരം. അപ്പോൾ ചാമ്പ്യൻ ക്ലാസ്, അതായത് ലാബ്രഡോർ റിട്രീവറിൻ്റെ ചാമ്പ്യൻ ക്ലാസ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം ഇന്ത്യൻ ചാമ്പ്യന്മാരാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ചാമ്പ്യൻ എന്നൊക്കെ. ഇതേപോലെയൊക്കെയുള്ള ഡോഗ് ഷോകളിലൊക്കെ പോയി പങ്കെടുത്ത് ഒന്നാമതായി എത്തുന്ന, അതും പല ഷോകളിലും പല ജഡ്ജസിൻ്റെ ഒക്കെ അണ്ടറിൽ മത്സരിച്ചിട്ടാണ് അങ്ങനെ ഇന്ത്യൻ ചാമ്പ്യൻ എന്നുള്ളൊരു ടൈറ്റിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് തന്നെ. അതിൻ്റെ പിറകിലുള്ള ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഇതേപോലുള്ള ഡോഗ് ഷോകളിൽ വന്ന് ഈ ഡോഗ്സിനെ കാണുമ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യുന്നവരുടെയും അവരെ കൊണ്ടുപോകുന്നവരുടെയും ഗ്രൂം ചെയ്യുന്നവരുടെയും അവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നവരുടെയും എത്രത്തോളം ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഡോഗ് ഷോകളിൽ വരുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഡോഗ് ഷോകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാനും അറിയാനും ഒക്കെ പറ്റും. 11 ഗ്രൂപ്പുകളിലായിട്ടാണ് ഇതുപോലുള്ള ഡോഗ് ഷോകളൊക്കെ നടക്കാറുള്ളത്. അതിൽ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു ഡോഗ് ഗ്രൂപ്പാണ് പോയിൻ്റർ ഗ്രൂപ്പ്, അതായത് 7th ഗ്രൂപ്പ്. അതിൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഡോഗ് ബ്രീഡ് എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള സെറ്റേഴ്സ് ഡോഗുകളാണ്. ഐറിഷ് സെറ്റർ, ഇംഗ്ലീഷ് സെറ്റർ, ഗോൾഡൻ സെറ്റർ. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡോഗ്സിനെ ഈ ഒരു റിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ എപ്പോഴും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടാവും ഈ ഒരു ഡോഗ് ബ്രീഡിനെയൊക്കെ. എപ്പോഴും അങ്ങനെ കാണാൻ പറ്റാത്തൊരു ഡോഗ് ബ്രീഡുകളാണ് ഇതൊക്കെ. നമ്മുടെ 10 ഗ്രൂപ്പുകളിലായിട്ട് മറ്റുള്ള ഡോഗ് ബ്രീഡുകൾ മത്സരിക്കുമ്പോഴത്തേക്ക് 11ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഡോഗ് ബ്രീഡുകളാണ്. അങ്ങനെ 11 ഗ്രൂപ്പുകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡോഗ് ഷോകളിൽ വരുന്ന ഡോഗുകൾ മത്സരിക്കാറുള്ളത്. ഏകദേശം ഈ ഒരു 11 ഗ്രൂപ്പുകളിലായിട്ട് നല്ല ഷോകളിലൊക്കെ 400ഉം 500ഉം ഡോഗ്സൊക്കെ വരാറുണ്ട് പല ബ്രീഡുകളിലായിട്ട്. ഏകദേശം ഒരു 50ന് മുകളിൽ 60ഓളം ഡോഗ് ബ്രീഡുകളെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡോഗ് ഷോകളിൽ, നല്ല വലിയ ഷോകളിലൊക്കെ നമുക്ക് കാണാനായിട്ടും സാധിക്കും. നല്ല ചുവന്ന നീളമുള്ള രോമങ്ങളോടുകൂടിയ ഈ ഡോഗ് ബ്രീഡിൻ്റെ പേരാണ്
ഐറിഷ് സെറ്റർ. കൂട്ടത്തിൽ നല്ല വെള്ള നിറത്തിൽ പുള്ളികളോട് കൂടിയ മറ്റേ ഡോഗ് ബ്രീഡിൻ്റെ പേരാണ് ഇംഗ്ലീഷ് സെറ്റർ. ബ്ലാക്ക് ആൻഡ് ടാൻ നിറത്തിലുള്ള നമ്മുടെ മൂന്നാമത് നിൽക്കുന്ന ഡോഗ് ബ്രീഡിൻ്റെ പേരാണ് ഗോൾഡൻ സെറ്റർ. ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പിലെ ഗ്ലാമറസ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡുകൾ. ഇനി നമ്മുടെ 10ാമത്തെ ഗ്രൂപ്പായ സൈറ്റ് ഹൗണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരു ഗ്ലാമറസ് ഡോഗ് ബ്രീഡാണ് അഫ്ഗാൻ ഹൗണ്ട്. സലൂക്കിയൊക്കെ നമുക്ക് ഗൾഫിലുള്ള ഡോഗ് ഷോകളിലൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ വളരെ റെയറായിട്ട് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ 10ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഈ ഒരു ഡോഗ് ബ്രീഡിനെ നമുക്ക് ഡോഗ് ഷോകളിൽ കാണാനായിട്ട് പറ്റും. അതിൽ നല്ല അഡൽട്ടായിട്ടുള്ളൊരു ഡോഗാണ് ആ ബ്ലാക്ക് കളറിൽ പോകുന്നത്. ഇന്ത്യൻ ചാമ്പ്യനാണ് ഓൾറെഡി. പിന്നിലൂടെ പോകുന്നത് ഒരു പപ്പി ഡോഗാണ്. ഇതൊക്കെ നമുക്ക് വളരെ റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഡോഗ് ബ്രീഡുകളാണ്. ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഡോഗ് ബ്രീഡ് നമ്മുടെ റോട്ട് വൈലേഴ്സ്. എല്ലാ ഡോഗ് ഷോയിലും നമുക്ക് ഒരുപാട് ഡോഗ്സിനെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഷോ നടക്കുന്ന സമയത്തുള്ള ആ ഒരു വൈബ് വേറൊരു ലെവൽ തന്നെയാണ്. വേറെ ഡോഗ് ബ്രീഡിൻ്റെ ഷോ നടക്കുന്നത് പോലെയല്ല, ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു വൈബ്. അപ്പോൾ നമ്മുടെ റോട്ട് വൈലർ ഡോഗ്സിൻ്റെ ഷോറിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡോഗ് ഷോകളിൽ ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഒരുപാട് ഡോഗ്സുകൾ, അതും നമ്പർ 1 ഡോഗ്സുകളൊക്കെയാണ് ഇതേപോലുള്ള എല്ലാ റിങ്ങുകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. റോട്ട് വൈലേഴ്സ് മാത്രമല്ല, ജർമ്മൻ ഷെപ്പേർഡും അങ്ങനെയുള്ള എല്ലാ ഡോഗ് ബ്രീഡുകളും ഡോബർമാനും എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നടന്നാലും നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ഡോഗ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഡോഗ് ബ്രീഡുകളെ ഇതിനോടകം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡോഗ് ഷോയിൽ നിങ്ങൾ നേരിട്ട് പോവുകയാണെങ്കിലുള്ള ആ ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ഡോഗ് ബ്രീഡുകളെ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലും മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് ഡോഗ് ബ്രീഡുകളെ നമുക്ക് ഇവിടെ വെച്ച് നേരിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിലുള്ള, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള മറ്റൊരു ഡോഗ് ബ്രീഡാണ് സൈബീരിയൻ ഹസ്കി. അതിൻ്റെ റിങ്ങാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലുള്ള ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ള ഡോഗിനെ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഷോ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഒരു സൈബീരിയൻ ഹസ്കി. ഡോഗ് ഷോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. എല്ലാ ഡോഗ് ബ്രീഡുകളുടെയും പ്യുവർ ബ്രെഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ്സിനെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഷോറിങ്ങുകളിലും ഷോയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ ഡോഗ് ബ്രീഡുകളെ കുറിച്ച് കാര്യങ്ങൾ അറിയാനും അവയെ കണ്ടു മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഇതേപോലുള്ള ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് സാധിക്കും. ചെന്നൈയിൽ നടക്കുന്ന ഈ ഒരു ഡോഗ് ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോഗ്സിനെയും ജഡ്ജ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയ, റൊമാനിയ, നെതർലാൻഡ്, ഇന്തോനേഷ്യ, മക്കഡോണിയ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ജഡ്ജസാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ ചില പ്രമുഖ കെന്നലുകളിൽ നിന്നുള്ള ഡോഗ്സിനെയൊക്കെ ഗ്രൂം ചെയ്യാനും അവയെ ഷോറിങ്ങിൽ ഹാൻഡിൽ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ഫോറിനിൽ നിന്നുള്ള ഹാൻഡ്ലേഴ്സും ഈ ഒരു ഡോഗ് ഷോയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഡോഗ് ഷോകൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഡോഗ് ഷോകൾ നടക്കാറുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയുള്ള ഷോകളിൽ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്ക് ഡോഗ് ഷോകളുടെ ഡേറ്റ് നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരുപാട് ഡോഗ് ബ്രീഡുകളെയും ഈ പറഞ്ഞ രീതിയിലുള്ള ഡോഗ്സിനെയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ വരുന്ന മാർച്ചിലാണ് ഇനിയുള്ള ഡോഗ് ഷോകൾ നമ്മുടെ കേരളത്തിലുള്ളത്. തിരുവനന്തപുരത്തും കോട്ടയത്തുമാണ് ആ ഡോഗ് ഷോകൾ നടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പലരുടെയും മറ്റൊരു ഫേവറേറ്റ് ഡോഗ് ബ്രീഡ് ഡോബർമാൻ. മറ്റ് 2 സ്പെഷ്യാലിറ്റി ഷോകളും കഴിഞ്ഞ് നമ്മുടെ 3ാമത്തെ ഡോബർമാൻ സ്പെഷ്യാലിറ്റി ഷോയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക ഡോഗ് ഷോകളിലെയും ബെസ്റ്റ് ഇൻ ഷോ ആവാറുള്ള മറ്റൊരു ഡോഗ് ബ്രീഡാണ് ഡോബർമാൻ. ജർമ്മൻ ഷെപ്പേർഡും റോഡ് വെയിലേഴ്സും ഒക്കെ ആവുന്നത് പോലെ തന്നെ പല ഷോകളിലും നമ്മൾ ഡോബർമാൻ ആവുന്നതും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്നത് കാരണവും അതുപോലെ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ ആയതുകൊണ്ടും ഒക്കെ തന്നെ ഒരുപാട് ഡോഗ്സ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോബർമാൻ്റെ സ്പെഷ്യാലിറ്റി ഷോയിൽ ഒന്നാമതെത്തിയത് ഈ ഒരു ഡോഗാണ്. സ്പെഷ്യാലിറ്റി ഷോ മത്സരങ്ങളിലെ വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡോഗിൻ്റെ ബ്രീഡറെയും ആ ഒരു ഡോഗിൻ്റെ ഓണറെയും ഹാൻഡലറെയും ഒക്കെ സംബന്ധിച്ച് വളരെയധികം പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ്. വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് ഈ സ്പെഷ്യാലിറ്റി ഷോകളുടെ വിന്നിങ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ 3 സ്പെഷ്യാലിറ്റി ഷോകളും നല്ല ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. ഒരുപാട് ഡോഗ്സിനെ കാണാനായിട്ട് പറ്റി. ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോയ്ക്ക് വന്ന കുറേ ഡോഗ്സിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. ഇനി 2ാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് ഇന്നലെ കാണാൻ പറ്റാത്ത കുറച്ച് ഡോഗ് ബ്രീഡുകളൊക്കെ ഒന്ന് കാണണം. കാരണം ഇന്നലെ കുറേ ഡോഗ്സിനെയൊക്കെ കാണാനായിട്ട് പറ്റിയില്ല. ഇത്രയധികം ഡോഗ്സൊക്കെ വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കുറേ
കുറേ ഡോഗ് ബ്രീഡുകളൊക്കെ മിസ്സായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡോഗ് ബ്രീഡുകളിൽ കുറച്ച് പേരാണ് ദേ ഇവർ. നല്ല ബ്രിൻഡിൽ കളറുള്ള കെയിൻ കോർസോ, അതുപോലെ തന്നെ നമ്മുടെ വയർ ഹെയർഡ് ഡാഷ് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ഡോഗ് ബ്രീഡുകളെയും ജയൻറ്റ് ഡോഗ് ബ്രീഡുകളെയൊക്കെ ഇന്നലെ മിസ്സായിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യണം. ഇന്നത്തെ ദിവസം 2 ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോ റിങ്ങുകളാണുള്ളത്. നമ്മൾ ഇന്നലെ കണ്ട ഡോഗ് ബ്രീഡുകളും അതുപോലെ തന്നെ ഇന്നലെ വന്ന ഡോഗ്സും ഒക്കെയാണ് ഇന്ന് വരാനുള്ളത്. ഇന്നലെ കുറേ ഡോഗ് ബ്രീഡുകളെയൊക്കെ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ നടന്നതുകൊണ്ടും അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഷോ ഒക്കെ കവർ ചെയ്യാനായിട്ട് നടന്നതും ഒക്കെ കൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇന്നലത്തെ ഷോ ഒന്നും കാണാനായിട്ട് പറ്റിയിരുന്നില്ല. കുറച്ച് കാണാൻ പറ്റാത്ത കുറച്ച് ഡോഗ് ബ്രീഡുകളെയൊക്കെ ഇന്ന് കണ്ടിട്ട് ഇന്നത്തെ കുറച്ച് ഡോബർമാൻ്റെയും റോഡ്വെയിലേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ലൈനപ്പ് ജഡ്ജിങ്ങും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് കാണണം. കാരണം ഇങ്ങനെ ഓരോ ബ്രീഡുകളുടെയൊക്കെ പുറയിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് ആ ഒരു ഗംഭീര വൈബ് നമ്മുടെ റോഡ്വെയിലേഴ്സിൻ്റെയും ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും ഡോബർമാൻ്റെയൊക്കെ ആ ഒരു ഗംഭീര റിങ്ങിലെ വൈബ് പലപ്പോഴും മിസ്സാക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ആ ഒരു വൈബ് എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യണം. സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ ഒരു ഡോഗ് ഷോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസം ഏകദേശം ഷോ ഒക്കെ കഴിയാറായ സമയത്ത് എല്ലാം ഒന്ന് ഫ്രീ ആയ സമയത്ത് നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഒരുപാട് പിള്ളേർ കളിക്കാനായിട്ട് വൈകുന്നേരം എത്തിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സീൻ തന്നെയാണ് ശരിക്കും ഈ പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ മൊബൈലിലും ടി വിയിലും ഒക്കെയാണ് കൂടുതലും കുട്ടികൾ ടൈം സ്പെൻഡ് ചെയ്യാറ്. ഇതേപോലെ നമ്മളൊക്കെ പണ്ട് സ്കൂൾ കഴിഞ്ഞ് വന്ന് നേരെ പോകുന്നത് ഇതേപോലെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ വല്ലാണ്ട് മാറിപ്പോയി. സ്കൂൾ ഗ്രൗണ്ടുകളിലൊന്നും അങ്ങനത്തെ കാഴ്ചകളൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ കാണാറുള്ളൂ. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാനിങ്ങനെ വ്ളോഗിങ് ആണ്, വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർക്കും യൂട്യൂബിലും ഒക്കെ അവരുടെ വീഡിയോ കാണുന്നതും അവർ ഗ്രൗണ്ടിൽ കളിക്കുന്നതും ഒക്കെ കാണാനൊരാഗ്രഹം. അങ്ങനെയാണ് ഞാൻ അവരുടെയും കൂടെ വീഡിയോ നമ്മുടെ ഈ ഒരു ഷോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫെബ്രുവരി 21, 22 തീയതി ഗോവയിൽ വെച്ചിട്ട് ഒരു ഗംഭീര ഡോഗ് ഷോ, ഇതുപോലുള്ളൊരു ഗംഭീര ഡോഗ് ഷോ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗോവയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രിപ്പ് പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പെറ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ അതുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡോഗ് ഷോയും കാണാം. അതുപോലെ തന്നെ ഗോവയിലൊന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ഡോഗ് ഷോയിലൊക്കെ നമുക്ക് ഈ ഒരു ഡോഗ് ഷോയിൽ മിസ്സായ ഡോഗ്സിനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അതിൽ കവർ ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഡോഗ് ഷോയുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഡോഗ് ബ്രീഡുകളെയൊക്കെ കാണാൻ പറ്റിയോ, അതോ നിങ്ങൾക്ക് അതിനെയൊക്കെ മിസ്സായോ എന്നൊക്കെയുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ഡോഗ് ബ്രീഡ് ഏതാണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാരണം അതൊക്കെ ഇനി മിസ്സായിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഡോഗ് ഷോകൾ നമ്മുടെ ട്രിവാൻഡ്രത്തും കോട്ടയത്തും ഒക്കെ ഡോഗ് ഷോകൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുത്താം. ഈ ഒരു ഡോഗ് ഷോയിൽ 11 ഗ്രൂപ്പുകളായിട്ട് മത്സരിച്ച് ജയിച്ച ഡോഗ്സുകളിൽ നിന്നും ബെസ്റ്റ് ആരാണെന്നുള്ള ലൈനപ്പ് ജഡ്ജിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഇൻ ഷോ ബ്രെഡ് ഇൻ ഇന്ത്യ, ബെസ്റ്റ് പപ്പി ഇൻ ഷോ, ബെസ്റ്റ് ഇന്ത്യൻ ബ്രീഡ് എന്നിങ്ങനെയുള്ള 14 പ്രസ്റ്റീജിയസ് ടൈറ്റിലുകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിങ്ങിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ ഡോഗ് ബ്രീഡുകളെയും ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവസാനം വരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോഗ് ഷോക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിങ് വരെ വെയിറ്റ് ചെയ്താൽ ഈ ഒരു മത്സരം കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 50ഓളം ഡോഗ് ബ്രീഡുകൾ ഉണ്ടായിരുന്നു, 400-ലധികം ഡോഗ്സും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോഗ് ബ്രീഡുകളെ കാണാനായിട്ട് പറ്റി. നിങ്ങൾക്കും കുറേ വെറൈറ്റി ഡോഗ്സുകളെയൊക്കെ കാണാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് ഡോഗ്സിനെയൊക്കെ കാണാനും പല വെറൈറ്റിയിലുള്ള ഡോഗ്സിനെയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഡോഗ് ഷോകളിലൊക്കെ പോകാൻ നിങ്ങൾക്ക് അടിപൊളി ഡോഗ് ബ്രീഡുകളെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.